പക്ഷേ കെ.സി. വേണുഗോപാലിന് ഒന്നുകിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം. ഇതിന് രണ്ടിന് രാഹുൽ ഗാന്ധി സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. തരൂറിൻ്റെത് അടഞ്ഞ വിഷയമാണ് എന്ന് പറഞ്ഞ കെ.സി. വേണുഗോപാലിനോട് രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇറങ്ങി പുറത്ത് നിൽക്ക്, ആദ്യം തരൂർ വരട്ടെ, പിന്നെ തന്നെ കയറ്റണോ വേണ്ടേ എന്ന് ആലോചിക്കാം. ഇപ്പോൾ തരൂറിനെ പാർട്ടിക്ക് വേണം, കെ.സിയെ വേണ്ടേ? തരൂരിൻ്റെ വിഷയം വളരെ സങ്കീർണമായി നിൽക്കുകയാണ് ചെയ്തത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തരൂരും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയും പരസ്പരം സംസാരിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ വെച്ചായിരുന്നു സംഭാഷണം നടന്നത്. അതിനുശേഷം വേണുഗോപാലായിട്ടും അതേപോലെ തന്നെ മല്ലികാർജ്ജുന ഖാർഗെയുമായിട്ടും സംഭാഷണം നടന്നു എന്ന കാര്യം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ സംഭാഷണത്തിന് ശേഷം ഇവരാരും മാധ്യമങ്ങളെ കണ്ടില്ല. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം മനസ്സിലായില്ല. ഇപ്പോൾ പൊതുവെ ഒരു കാഴ്ചപ്പാടുണ്ടായി, ശശി തരൂർ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ തിരുത്തേണ്ടതില്ല, പക്ഷേ പാർട്ടിക്ക് വിധേയമായിട്ടുള്ള രീതിയിലായിരിക്കണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, പാർട്ടി വിരുദ്ധമാകരുത് എന്ന തരത്തിൽ പരസ്പരം സംസാരിച്ച് പിരിഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം അടുക്കള വഴി പുറകിലേക്ക് ഇറങ്ങിപ്പോയതെന്നാണ് വാർത്ത വന്നത്. പക്ഷേ പിന്നീട് കുറേശ്ശെ ആ സംഭാഷണങ്ങൾ ലീക്ക് ഔട്ട് ചെയ്ത് പുറത്തെത്തി. അങ്ങനെ പുറത്തെത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. രാഹുൽ ഗാന്ധിയോട് ശശി തരൂർ പറഞ്ഞു, എനിക്ക് പാർലമെൻറ്റിൽ എൻ്റെ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കോൺഗ്രസ് നൽകിയിട്ടില്ല. നേരത്തെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പ് പല വിഷയങ്ങളും പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാനായിട്ടുള്ള സ്പേസ് ശശി തരൂരിനുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് പാർലമെൻറ്റിൽ വളരെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ, ഭരണഘടനാ വിഷയങ്ങളെല്ലാം ഉയർന്നു വരുമ്പോൾ അതിൽ പങ്കെടുക്കാനും സംസാരിക്കാനുമായിട്ട് എനിക്ക് അവസരം തരുന്നില്ല. അപ്പോൾ പാർലമെൻറ്റിൽ സംസാരിക്കാനായിട്ട് ഇടം കിട്ടുക എന്ന് പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൽ, നാഷണൽ പൊളിറ്റിക്സിൽ കോൺഗ്രസ്സിന് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തി, കോൺഗ്രസിൻ്റെ വക്താവ് എന്ന നിലയ്ക്ക് സംസാരിക്കാനായിട്ടുള്ള സ്പേസ് തനിക്ക് വേണം എന്നതിനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ദേശീയ രാഷ്ട്രീയത്തിലല്ലെങ്കിൽ പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ ഇടപെടാനായിട്ടുള്ള സ്പേസ് എങ്ങനെയാണ് ലഭിക്കുന്നത്? കേരള രാഷ്ട്രീയത്തിലെ എല്ലാ നേതാക്കളും തന്നെ ശശി തരൂരിനെതിരാണ്. എനിക്കവിടെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു സ്പേസ് വരും നൽകുന്നില്ല. ഈ അവസ്ഥയിൽ തുടരുന്നതിൽ അർത്ഥമില്ല. വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ പ്രവർത്തിക്കാനായിട്ട് അവസരം ലഭിക്കുകയും എൻ്റെ കഴിവുകൾ പരമാവധി പാർട്ടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയുകയും ചെയ്യുന്ന അന്തരീക്ഷം ഉണ്ടാകണം എന്നതായിരുന്നു ശശി തരൂരിൻ്റെ ആവശ്യം. ഈ ആവശ്യത്തിനെതിരെ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവാണ് കെ.സി. വേണുഗോപാൽ. കാരണം കെ.സി. വേണുഗോപാലിൻ്റെ പൊതു ധാരണ എന്താണെന്ന് വെച്ചാൽ, ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് തൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അവർ മൂന്നുപേരും ഞാൻ പറയുന്നത് കേൾക്കുകയുള്ളൂ. കാരണം അവരുടെ എല്ലാ വിധമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഞാനാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ പാർട്ടിയിൽ ഏറ്റവും വലിയ സേ ഉണ്ട് എന്ന് കരുതി ജീവിക്കുന്ന ഒരാളാണ് കെ.സി. ഇപ്പോൾ കെ.സിക്ക് തോന്നുകയാണ് അടുത്ത ഭരണം കേരളത്തിൽ കോൺഗ്രസ്സിന് ലഭിക്കും. അങ്ങനെ ലഭിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് ഞാനാണ്, ഇന്ത്യയിൽ തന്നെ കോൺഗ്രസിനെ നയിക്കുന്നത് ഞാനാണ്, എനിക്കെന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിക്കൂടാ? അത് അദ്ദേഹം പറയാതെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന് ചോദിക്കുമ്പോൾ തരൂരല്ല, സതീശനല്ല, രമേശ് ചെന്നിത്തലയല്ല, പിന്നെ കെ.സി. വേണുഗോപാലാണ്. ഇത്ര നേരത്തെ ഇങ്ങനെ മുൻകൂട്ടി പറഞ്ഞു വെച്ചാൽ അവസാനം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകാനായിട്ടുള്ള അവസരം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ആളുകൾ സംശയിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം മനസ്സിലാക്കി, ഇതെല്ലാം അറിഞ്ഞ് രാഹുൽ ഗാന്ധി കെ.സിയോട് തൽക്കാലം ഈ വിഷയത്തിൽ ഇടപെടേണ്ട, ഞാൻ പിന്നെ വിളിക്കാം, അപ്പോൾ ഇടപെട്ടാൽ മതി എന്ന് പറയുന്ന രീതിയിലെത്തി. അതാണ് അദ്ദേഹത്തെ പുറത്തു നിർത്തിയെന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം അതാണ്, അല്ലെങ്കിൽ വ്യാഖ്യാനം അതാണ്. അതല്ലാതെ കെ.സി അവരുടെ അടുക്കളയിൽ നിന്ന് പുറത്തായി എന്ന് കരുതരുത്. കെ.സി ഈ അറ്റ പിടിച്ചതുപോലെ ഇങ്ങനെ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുന്നത് വരെ ഇങ്ങനെ ഈ അള്ളിപ്പിടിച്ച് കിടക്കാൻ തന്നെയാണോ? കാരണം ഇത്രയും തരൂരിനെ മതി, അല്ലെങ്കിൽ തരൂരിൻ്റെ വിഷയം അടഞ്ഞ അധ്യായം എന്ന് കെ.സി പറയുമ്പോഴും ചർച്ചയ്ക്ക് ഹൈക്കമാൻഡ്, അതായത് രാഹുൽ ഗാന്ധി വിളിക്കുന്നു, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മാത്രമുള്ള സ്ഥലത്ത് തരൂർ എത്തുന്നു,
കെ സി അടുപ്പിക്കുന്നില്ല, ഇവർ മൂന്നുപേര് മാത്രമുള്ള ചർച്ച, അത് കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തരൂറിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് കെ സിയെ തള്ളുന്ന നിലപാടാണോ? കെ സിയെ അങ്ങനെ സമ്പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊരു തരം പേഴ്സണലൈസ്ഡ് പൊളിറ്റിക്സ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലാണ്ട് തത്വാധിഷ്ഠിതമായിട്ടുള്ള കോൺഗ്രസ് പരിപാടിയുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് നമ്മൾ കരുതരുത്. ഇപ്പം എന്താണ് രാഹുൽ ഗാന്ധി നടത്തിയ എല്ലാ ജാഥകളും പരിശോധിച്ചാൽ ആ ജാഥകളൊക്കെ തന്നെ പ്ലാൻ ചെയ്യുന്നത് കെ സി ആണ്. ആ ജാഥകൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ഉണ്ടാക്കുന്നത് കെ സി ആണ്. എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കെ സിയിലെയും പിന്നെ എങ്ങനെയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ മാനേജ് ചെയ്യാനായിട്ട് ഒരു നല്ല മാനേജറായ കെ സി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭാരത് ജോഡോ യാത്ര നടക്കുന്ന സമയത്തൊക്കെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ആ റോളിലായിരുന്നു കെ സി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പ്രശ്നം എന്താണ്? രാഷ്ട്രീയത്തിൻ്റെ രൂക്ഷമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കുന്ന സമയത്താണ് കെ സിയുടെ പൊട്ടൻഷ്യൽ കഴിവ് എന്ന് പറയുന്നത് വെല്ലുവിളിക്ക് വിധേയമാണ്. കേരളത്തിലെ പ്രശ്നം തന്നെയാണ്. ശശി തരൂരിൻ്റെ പ്രശ്നം എടുത്താലും അത് തന്നെയാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൊരു റോൾ കെ സിക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കേണ്ടത്? അതൊരിക്കലും അദ്ദേഹത്തിന് അതിന് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ പാർട്ടിയെ, കോൺഗ്രസ് പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ടൊരു പാർട്ടിയായിട്ടല്ല കെ സി കാണും. പകരം അദ്ദേഹം പറയുന്നത് കേൾക്കുന്ന കുറേ ശിങ്കിടികൾ, അത് അദ്ദേഹത്തിനൊപ്പം നിൽക്കണം, കൈയടിക്കണം. ഇപ്പോൾ വി ഡി സതീശൻ അടക്കമുള്ളതായിട്ടുള്ള ആളുകൾ കെ സിയുടെ കൈയടിക്കാരായി കേരളത്തിൽ നിൽക്കുന്നു എന്നാണ് അദ്ദേഹം കരുതുന്നത്. പക്ഷേ പ്രശ്നം വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ അധികാരം വരുന്ന സമയത്ത് ഇവരെങ്ങനെ നിൽക്കും, ആരുടെ കൂടെ നിൽക്കും എന്നുള്ളതിൽ ആർക്കും ഉറപ്പില്ല. എല്ലാ ഘട്ടങ്ങളിലും അങ്ങനെയായിരുന്നു. ഒരു കാലത്ത് ഇവരെല്ലാവരും കൂടി രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ രമേശ് ചെന്നിത്തലയുടെ പിന്നിലാണ് നിന്നിരുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ വി ഡി സതീശൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വി ഡി സതീശൻ്റെ നേതൃത്വത്തിന് കീഴിൽ കെ സി വരുന്നില്ല എന്നുള്ളത്. അങ്ങനെ വന്നാൽ വി ഡി സതീശനെ അടുത്ത ഭരണം കിട്ടുന്ന സമയത്ത് മുഖ്യമന്ത്രി ആവാൻ കഴിയും. വി ഡി സതീശന് മുഖ്യമന്ത്രി ആവണമെങ്കിൽ കെ സി തീരുമാനിക്കണം. അങ്ങനെ കെ സിയുടെ കീഴിലുള്ള ഒരു പ്രവർത്തകനായിട്ടാണ് വി ഡിയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വി ഡി സതീശൻ്റെ ഒരു വലിയ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞത്. കാരണം വി ഡി സതീശനെ കോൺഗ്രസ്സുകാർ മുഴുവൻ കാണുന്നത് അങ്ങനെയാണ്, കെ സിയുടെ അർത്ഥം നിലയ്ക്ക് കാണുകയാണ് ചെയ്യും. അപ്പോൾ കെ സി അതിന് അനുവാദം കൊടുത്താൽ മാത്രമാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കേരളത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് പൊസിഷൻസിലേക്ക് വരാൻ പറ്റുള്ളൂ. കേരളത്തിൽ പൊതുവേ കോൺഗ്രസ് അനുഭവിക്കുന്ന ഒരു ലീഡർഷിപ്പ് റോളാണ് ശരി. നേരത്തെ ഇപ്പോൾ കരുണാകരൻ അത് തലയെടുപ്പോടുകൂടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. അതിൻ്റെ പിന്നിലാണ് ബാക്കിയുള്ള ആൾക്കാർ. ഹൈക്കമാൻഡ് വരും എനിക്ക് താഴെയാണ് എന്ന് പറഞ്ഞിരുന്ന ഒരാളായിരുന്നു കരുണാകരൻ. അത്തരത്തിലുള്ളൊരു ലീഡർഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അവന്തിന് പിന്നാലെ കേരളത്തിലെ ആളുകൾ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ലീഡർഷിപ്പ് ഇല്ല. കെ സിക്ക് അങ്ങനത്തെ ഒരു ലീഡറാവാനായിട്ട് കഴിയുമില്ല എന്ന് നമുക്കറിയാവുന്നൊരു കാര്യം. അതുകൊണ്ടാണ് കെ സി ഏതാണ്ട് നല്ല രീതിയിൽ കോൺഗ്രസ്സിനകത്ത് ശത്രുതാപക്ഷം നിർമ്മിക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളായി മാറുന്നു. അദ്ദേഹത്തിനെ ആളുകൾ ഒരു ഭേദപ്പെട്ട രീതിയിൽ വെറുത്തു തുടങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരുടെ ഈ ഗ്രൂപ്പ് പൊളിറ്റിക്സ് മാറ്റിവെച്ച് കേരളത്തിലെ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ പരിശോധിക്കുകയും വിലയിരുത്തുകയും എതിർക്കുകയും ഒക്കെ ചെയ്ത് അതിന് പകരമായിട്ട് ഒരു ബദൽ ഭരണകൂടമായിട്ട് വരാനായിട്ട് തങ്ങൾക്ക് ശേഷിയുണ്ട് എന്ന് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും കെ സി വേണുഗോപാലും ശശി തരൂറൊക്കെ ഒരുമിച്ച് ചേർന്ന് തീരുമാനിച്ചാൽ മാത്രമാണ് കോൺഗ്രസ്സിന് ഒരു രക്ഷ എന്ന് പറയുന്നുണ്ടാവുള്ളൂ. കാരണം ഇവരുടെ ഒരു ഐക്യം പ്രധാനപ്പെട്ടാണ്. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് കശാപ്പിയാൻ കാത്തിരുന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ വളരെ നിരാശരായിരിക്കും. അപ്പോൾ അത് മാറണമെങ്കിൽ ഇവരുടെ ഈ അനൈക്യം എന്ന് പറയുന്നത് മാറി ഇവർ ഐക്യപ്പെട്ട് ഒറ്റ ശക്തിയായിട്ട് നിൽക്കേണ്ടത് ആവശ്യമാണ്. അതിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നടത്താനായിട്ട് കെ സി കഴിയും എന്നുള്ളത് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രസക്തി എന്ന് പറയുന്നത്.